ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കഴിഞ്ഞ മാസമാണ് എം ജി അവരുടെ അഡാപ്റ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ അൺവെയിൽ ചെയ്ത്. ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട്, അതായത് ഹൈബ്രിഡ് ആയിക്കോട്ടെ, ഇലക്ട്രിക് ആയിക്കോട്ടെ, PHEV ആയിക്കോട്ടെ, പിന്നെ അങ്ങനത്തെ ന്യൂ എനർജി വെഹിക്കിൾസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള കോമ്പിനേഷൻസും വർക്കൗട്ട് ആവുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടാണ് അവർ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ അവർ ഇതിൻ്റെ അകത്തുള്ള ആദ്യത്തെ വണ്ടിയും ലോഞ്ച് ചെയ്തായിരുന്നു. ഇത് ഈ വണ്ടി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഏകദേശം നമുക്കൊരു 1-1.5 മാസമായിട്ട് അറിയാം. കാരണം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട്. ഏതായാലും വണ്ടിയുടെ പേര് ഹെക്ടർ ടോമഹോക്ക് എന്നാണ്. ഇതിപ്പം അവർ കറക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് പ്രൈസാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു പ്രൈസ് എടുത്ത മാസം വരുള്ളൂ, പക്ഷേ അല്ല. എം ജി ഏതായാലും അക്കാര്യത്തിൽ ഡീസൻ്റായി. നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അവർ ഇലക്ട്രിക്കും അതുപോലെ പ്ലഗ്-ഇൻ ഹൈബ്രിഡ് രണ്ടും ഒരുമിച്ചാണ് ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ഇലക്ട്രിക്കിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ രണ്ടും തമ്മിൽ ഡിസൈനിൽ കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷേ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ഇപ്പോൾ നമ്മുടെ LED ഹെഡ് ലാംപ്സ്, DRLS സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഗ്രില്ലിന് ഡിസൈനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനും പ്ലഗ്-ഇൻ ഹൈബ്രിഡും നോർമൽ വണ്ടിയും തമ്മിൽ അത്യാവശ്യം വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അകത്ത് ലെവൽ 2 ADAS വരുന്നുണ്ട്. 11 ഫീച്ചേഴ്സേ ഉള്ളൂ, ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ല, പക്ഷേ സ്റ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും പിന്നെ 360 ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കട്ട് ഔട്ടും ക്യാമറയുടെ ഇവിടെ വരുന്നുണ്ട്. ഇത് ഹൈബ്രിഡിൻ്റെ ഫ്രണ്ടാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വ്യത്യാസമുണ്ട്. ആ ഗ്രില്ലും അതുപോലെ ബമ്പറും ഹെഡ്ലൈറ്റും താഴത്ത് വരുന്ന ഒരു എലമെൻറ്റ് അങ്ങനെയെല്ലാം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സ്ട്രാ കുറച്ച് സിൽവർ ആക്സൻസ്, പിന്നെ മറ്റേ ഗ്രില്ലിൻ്റെ നടുവിലുള്ള കുറച്ച് സിൽവർ ആക്സൻസ്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ വന്നിരിക്കുന്നത്. കാണുമ്പോൾ എന്തായാലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ്. പിന്നെ അലോയ് വീൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും നമുക്ക് സൈഡിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് കിട്ടുന്ന 18 ഇഞ്ച് വരെയാണ് മാക്സിമം സൈസ്. അതും നമുക്ക് വ്യത്യാസമുണ്ട്. ഹൈബ്രിഡിൻ്റെ ഈ അലോയ്സ് ആണ്. നോർമൽ വണ്ടി വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു അലോയ്സ് ആണ് കിട്ടുന്നത്. രണ്ടിൻ്റെയും പാറ്റേൺ വ്യത്യാസമുണ്ട്. ഇനി ലെങ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് 4.8 മീറ്റേഴ്സിന് തൊട്ട് താഴത്തായിട്ടാണ് ഈ വണ്ടിയുടെ ലെങ്ത് വരുന്നത്. അതായത് 4745 mm. പിന്നെ ഈ വിട്ട് എടുക്കുകയാണെങ്കിലും 1850 mm ഉണ്ട്, അത്യാവശ്യം നല്ലതാണ്. ഹൈറ്റ് 1770 mm ആണ് വരുന്നത്. വീൽ ബേസ് വരുന്നത് 2810 mm ആണ്. സോ 2.8 മീറ്റേഴ്സിന് മുകളിൽ വീൽ ബേസും വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് ഈ വണ്ടി 7 സീറ്ററും അതുപോലെ 5 സീറ്ററും രണ്ട് കോമ്പിനേഷൻസിൽ അവർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ വണ്ടിയാണ്, സ്പേസ് ഇല്ല, സ്ഥലമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ സൈഡ് ഡിസൈനിലും അതുപോലെ ബാക്കി ഡയമെൻഷൻസും കേസെല്ലാം വരുന്നത്. ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കങ്ങനെ ഹൈബ്രിഡ് ഇലക്ട്രിക് എന്ന് പറഞ്ഞ് വലിയൊരു ഡിഫറൻസിയേഷൻ വരുന്നില്ല. ചെറിയൊരു സ്പോയിലർ നമുക്ക് രണ്ട് വണ്ടിയിലും കിട്ടുന്നുണ്ട്. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, ടെയിൽ ലാംപ്സ് LED ആണ്, MG ലോഗോ നടുവിൽ വരുന്ന എല്ലാം ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ തന്നെയാണ്. ഇനി ബൂട്ട് സ്പേസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 7 സീറ്റിൽ നമുക്ക് അറിയാലോ എന്തായാലും അധികം സ്പേസ് ഉണ്ടാവില്ല. 192 ലിറ്റേഴ്സ് ആണ് അവർ ക്ലെയിം ചെയ്യുന്നത് 3 റോസും അപ്പായിരിക്കുന്ന സമയത്ത്. ഇനി തേർഡ് റോ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 528 ലിറ്റേഴ്സ് ആണ് ക്ലെയിം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ തന്നെ 5 സീറ്റർ മോഡൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അത്യാവശ്യം സ്ഥലമുണ്ട്. 610 ലിറ്റേഴ്സ് ആണ് ക്ലെയിംഡ് ബൂട്ട് സ്പേസ്. ഇതിനൊക്കെ പുറമെ നമുക്ക് എക്സ്റ്റീരിയർ ആണ് സംസാരിക്കുന്നത്. സോ കളേഴ്സ് ആണെങ്കിൽ ഇതിപ്പോൾ ഇലക്ട്രിക് വണ്ടിയുടെ കളേഴ്സാണ്. ഇത്തരത്തിൽ നമുക്ക് 7 കളർ കോമ്പിനേഷൻസ് ആണ് ഈ വണ്ടിയിൽ കിട്ടുന്നത്. ഇനി അതല്ല ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് 7 ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ്, അതായത് ഡ്യുവൽ ടോൺ, മോണോടോൺ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കിട്ടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇന്റീരിയർ എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്, കാണാനൊക്കെ നല്ല രസമാണ്. ഈ വണ്ടി പിന്നെ ബൂളിംഗ് XC1 എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇന്റർനാഷണലി വരുന്നത്. ഈ MG ഇവിടെ ഇറക്കുന്ന എല്ലാം ബേസിക്കലി ബൂളിങ്ങിൻ്റെ വണ്ടികൾ തന്നെയാണ്. സോ അതിൻ്റെ എല്ലാം ഇന്റീരിയർ ക്വാളിറ്റി എങ്ങനെ നോക്കിയാലും നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യുവൽ ടോൺ ക്യാബിൻ ഫിനിഷാണ് കിട്ടുന്നത്. ബ്രൗൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ റൂഫും ബാക്കി സാധനങ്ങളെല്ലാം ഒരു ഓഫ് വൈറ്റ് പോലത്തെ, അല്ലെങ്കിൽ വൈറ്റ് എന്ന് തന്നെ പറയാം, ആ ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കയറുമ്പോൾ എന്തായാലും നല്ലൊരു പ്രീമിയം ഫിനിഷ് തന്നെയാണ് കിട്ടുന്നത്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് വളരെ സുപരിചിതമാണ്. ഇത് നമ്മുടെ കൊമറ്റ് TVയിലും റിവ്യൂലും എല്ലാം കിട്ടുന്ന സ്റ്റിയറിംഗ് ആണ്. കാരണം ഈ സ്റ്റിയറിംഗ് തന്നെയാണ് നമുക്ക് മറ്റേ ബൂളിങ്ങിൻ്റെ ബാക്കി വണ്ടികളിലും കിട്ടുന്നത്. ഇനി അതല്ലാതെ സെൻറ്റർ കൺസോളൊക്കെ എടുക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം നല്ലതാണ്. നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജർ ആയിക്കോട്ടെ, കപ്പ് ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട് ആംറെസ്റ്റ് ആയിക്കോട്ടെ, പിന്നെ കുറച്ച് കൺട്രോൾ പാനൽ നമുക്ക് അവിടെ കാണാം, അതായത് റോട്ടറി നോബ്സും കാര്യങ്ങളൊക്കെ AC വേണ്ടി. അതിൻ്റെ താഴത്തായിട്ട് നമ്മുടെ മറ്റേ വേറൊരു തട്ടിൽ സ്റ്റോറേജ് ഒരു പിന്നെയും കൊടുത്തിട്ടുണ്ട്. സോ സെൻറ്റർ കൺസോൾ കാണാൻ രസമുണ്ട്. പിന്നെ ഈ ഒരു കളറും കൂടെ ആയതുകൊണ്ട് ചെളി പെട്ടെന്നാവെങ്കിലും കാണാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് ആണെങ്കിലും അവർ ആ ഒരു ടാൻ പോലത്തെ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്, ഓർ ബ്രൗൺ ഓർ വാട്ടവർ, നമുക്ക് എന്താ പറയുന്നത് വെച്ചാൽ പറയാം. അതുകൊണ്ട് തന്നെ അതും ചിലപ്പോൾ പെട്ടെന്ന് ചെളിയാം, പക്ഷേ കാണാൻ അത്യാവശ്യം നല്ലതാണല്ലോ. ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ നമുക്ക് ഇതിനകത്ത് 8.8 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. ആവശ്യത്തിനുള്ള ഡിസ്പ്ലേ ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ അതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി ഇൻഫോടൈം സിസ്റ്റം ആണെങ്കിലും 15.6 ഇഞ്ചാണ് സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ സൈസാണ്. ടിപ്പിക്കൽ MGയുടെ സൈസിലുള്ള സ്ക്രീനാണെന്ന് പറയും. അവർ ഇതുവരെ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ 14 ഇഞ്ച് നമ്മുടെ ഹെക്ടറിൻ്റെ ആയിരുന്നു ഏറ്റവും വലുത്. അപ്പോൾ അതിലും വലുതാണ് ഈ സാധനം വന്നിരിക്കുന്നത്. പിന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാപ്പിളെല്ലാം കണക്ടിവിറ്റി ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് AI അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. പിന്നെ 256 കളേഴ്സിൻ്റെ ആംബിയൻ ലൈറ്റിംഗ് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ സാധനം ഏതായാലും ഉണ്ട്. അതുപോലെ നമുക്ക് 10 സ്പീക്കർ ഇൻഫിനിറ്റിയുടെ ഓഡിയോ സിസ്റ്റം ആണ് വരുന്നത്. AC കൺട്രോൾ സിങ്ക് ഇപ്പോൾ ഇവിടെ കാണാം, സിംഗിൾ സോൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ബാക്കിലാണെങ്കിലും ഇതിൻ്റെ ബ്ലോവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമുണ്ട്, അതായത് നടുവിൽ കൺട്രോൾസ് ഉണ്ട്. പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണൊക്കെ AC വെൻസിൻ്റെ റൈറ്റ് സൈഡിലോട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. താങ്ക്ഫുള്ളി അവരെല്ലാം കൂടി മറ്റേ ഇൻഫോടൈം സിസ്റ്റത്തിനകത്തോട്ട് കൊണ്ടുവച്ചിട്ടില്ല. AC കൺട്രോൾസ് എല്ലാം നമുക്ക് ഫിസിക്കലായിട്ട് താഴത്ത് നോബ് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബാക്കിലത്തെ AC കൺട്രോൾസ്. നമുക്ക് ഇവിടെ ബ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് വരുന്നുണ്ട്. അതിൻ്റെ താഴത്തെ ചാർജിങ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൊത്തത്തിലുള്ള ഡിസൈൻ ആണെങ്കിലും കാണാൻ അത്യാവശ്യം രസമുണ്ട്.
ബാക്കി ഫീച്ചേഴ്സായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വലിയൊരു പാനോറാമിക് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ ലെവൽ 2 ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ 360 ക്യാമറ ഉണ്ട്. ഇനി അതല്ലാതെ നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, മെമ്മറി ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഓട്ടോ റിട്രാക്ട് ചെയ്ത് വരുന്നൊരു ഫീച്ചർ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ 2 സീറ്റ്സും അവർ വെന്റിലേഷൻ ഫംഗ്ഷനോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് കാണാനാണെങ്കിൽ അത്യാവശ്യം സപ്പോർട്ടീവ് ആണ്. ഹെഡ് റെസ്റ്റും സാധനങ്ങളും ബാക്കി സീറ്റ്സിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഫിനിഷിംഗ് ഒക്കെ ആണെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടാണല്ലോ മെയിൻ. അതായത് അവർ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. ഇനി ബാക്കി നമ്മുടെ സെക്കൻഡ് റോയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതായത് നമുക്ക് സൺറൂഫിൻ്റെ ഒരു സംഭവം അവിടെയൊക്കെ വ്യൂ കിട്ടുന്നുണ്ട്. ക്യാബിൻ ലാമ്പിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്പേസ് അത്യാവശ്യം നല്ലതാണ്, ഇത്രയും വീൽ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ തേർഡ് റോ ആണെങ്കിൽ പോലും വെറുതെ അവർ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഇരിക്കാം എന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേർഡ് റോ നിർബന്ധമില്ല എന്നുണ്ടെങ്കിൽ 5 സീറ്റർ ആക്കി കഴിഞ്ഞാൽ അങ്ങനെ വേണം എടുക്കുക. അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ബാക്കി വണ്ടിയിലും കിട്ടുന്നതല്ലേ. ഇതിൻ്റെ അകത്ത് എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്ന പ്ലഗ്-ഇൻ ഹൈബ്രിഡ് സിസ്റ്റം ആണല്ലോ. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയും കൂടെ സംസാരിക്കാം. സോ ഈ വണ്ടിക്കകത്ത് ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ അറ്റ്കിൻസൺ സൈക്കിൾ റൺ ചെയ്യുന്ന പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അതിന് വലിയ പവറൊന്നുമില്ല, 102 bhp 125 Nm ടോർക്കൊക്കെ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രിക് മോട്ടോർ വരുന്നുണ്ട്. അത് 201 bhp അതുപോലെ 237 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇലക്ട്രിക് മോട്ടോർ വെറുതെ കൊടുത്താൽ മാത്രം പോരല്ലോ, അത് കറങ്ങാൻ വേണമല്ലോ, അതിന് ബാറ്ററി വേണം. സോ അതിനുവേണ്ടി ഒരു 20.5 kWh ബാറ്ററി പാക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് പ്ലഗ്-ഇൻ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ കൊണ്ട് വണ്ടി കുത്തിയിടണം. സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് അല്ല ബാക്കി വണ്ടികൾ പോലെ. ഇനി കുത്തിയിടുകയാണെങ്കിൽ 25 kW വരെയുള്ള DC ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. 30 to 80% എത്താൻ ജസ്റ്റ് 35 minutes മതി. ഇനി അതല്ലാതെ നമ്മൾ 3.3 kW ചാർജ് അല്ല, നോർമൽ ചാർജർ കുത്തുകയാണെങ്കിലും 10 to 100% എത്താൻ 7.5 hours മതി എന്നാണ് അവർ പറയുന്നത്. പിന്നെ CCS2 സ്റ്റാൻഡേർഡ്സിലാണ് വരുന്നത്. നമ്മൾ സാധാരണ ഏത് സ്ഥലത്ത് കുത്തിയാലും ഈ വണ്ടി പ്ലഗ് ഇൻ ചെയ്താൽ കുത്തിക്കോളും, ചാർജ് ആയിക്കോളും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെട്രോൾ അടിക്കേണ്ട, ഫുൾ ഇലക്ട്രിക് ആയിട്ട് തന്നെ ഓടിക്കണമെങ്കിൽ, ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ അതും പോസിബിൾ ആണ്. നമുക്ക് ഒറ്റ ചാർജിൽ 115 കിലോമീറ്റേഴ്സ് വരെ ഇലക്ട്രിക്കിൽ മാത്രം ഓടിക്കാമെന്നവർ പറയുന്നുണ്ട്. പക്ഷേ അത് കണ്ടീഷൻ സപ്ലൈഡ് ആണ്. ചിലപ്പോൾ 70 ആവും, ചിലപ്പോൾ 80 ആവും. ഇതൊക്കെ നമ്മുടെ ഡ്രൈവിംഗ് അനുസരിച്ചിരിക്കും. ഏതായാലും അതല്ലാതെ കമ്പൈൻഡ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്വിച്ച് ആണെങ്കിലും 0.1 സെക്കൻഡ്സിൽ നടക്കും. അതായത് എഞ്ചിൻ്റെ ബാറ്ററി ടു എഞ്ചിൻ അങ്ങനെയൊക്കെ ആയിട്ട്. സോ നമ്മളറിയില്ല എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. അങ്ങനെ പ്രോപ്പറായിട്ട് വണ്ടി എപ്പോഴും ചാർജ് ചെയ്ത് പെട്രോൾ അടിച്ച് ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. ഇനി അടുത്ത ഇലക്ട്രിക് വണ്ടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പെക്ക് പറഞ്ഞാലും മനസ്സിലാവുകയും ചെയ്യും. നമുക്കിതിനകത്തൊരു 69.2 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. 90 kW വരെയുള്ള DC ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. 204 PS പവറും അതുപോലെ 310 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. വണ്ടി ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്, മറ്റതും ഫ്രണ്ട് വീൽ ഡ്രൈവ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 90 kW വരെയുള്ള DC ഫാസ്റ്റ് ചാർജ് ഉള്ളതുകൊണ്ട് 35 മിനിറ്റ് കൊണ്ട് 30 to 80% എത്താൻ പറ്റും. അതുപോലെ 7.4 kW ചാർജറിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ 10 to 100 എത്താൻ 12.5 hours ആണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഈ വണ്ടിയുടെ ക്ലെയിംഡ് റേഞ്ച് എന്ന് പറയുന്നത് 517 km ആണ്. ബാറ്ററി സൈസ് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കുറവാണ്. റേഞ്ച് കുറവാണെന്നല്ല, ബാറ്ററിയുടെ സൈസേ കുറവാണ്. കാരണം കോമ്പറ്റീഷനിൽ ഇപ്പോൾ നമ്മുടെ CR-iV Harrier-iV എല്ലാം 75 മഹീന്ദ്രയുടെ EVs എല്ലാം 70 ഉണ്ട്, അതുപോലെ 79 വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തിരി കുറവാണ്. സോ നമുക്ക് റിയൽ ലൈഫ് റേഞ്ച് ചിലപ്പോൾ ഒരു 400 മുകളിലൊക്കെ ആയിട്ടായിരിക്കും ജസ്റ്റ് കിട്ടുന്നത്. അതും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസും അവർ അത്യാവശ്യം അഗ്രസീവായിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം ജസ്റ്റിഫൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പ്രൈസ് എത്ര എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. നമുക്ക് ആദ്യം ഇലക്ട്രിക്കിൻ്റെ പ്രൈസ് നോക്കാം. ഇതിനകത്ത് 3 വേരിയൻസ് വരുന്നുണ്ട്: എക്സൈറ്റ്, എക്സ്ക്ലൂസീവ്, അതുപോലെ എസെൻസ്. 7 സീറ്റർ ആണ് നമുക്ക് എൻട്രി ലെവലെല്ലാം കിട്ടുന്നത്. 19.49 lakhs സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം 23.49 lakhs വരെയും പോകുന്നുണ്ട്. ഇതിന് തന്നെ 5 സീറ്റർ നമുക്ക് ആകെ ടോപ്പ് എൻഡിൽ മാത്രമേ കിട്ടുന്നുള്ളൂ, ബാക്കി 2 വേരിയൻസിലില്ല. അത് 22.99 lakhs ആണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. അത്യാവശ്യം ഡീസൻറ്റ് പ്രൈസിംഗ് ആണ് ഇതിൻ്റെ. ഇത്രയും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും അതുപോലെ സ്പേസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബാറ്ററിയും ആണ് ഇത്തിരി ലെറ്റ് ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ അതും വലിയ കുഴപ്പമുണ്ടാവില്ല. 900 km റേഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം ഡീസൻ്റ് ആണ്. ഇതിന് നമുക്ക് ബാറ്ററി ആസ് എ സർവീസും വരുന്നുണ്ട്. ബേസ് മോഡൽ 13.99 lakhs സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം 17.49 lakhs വരെ പോകുന്നുണ്ട്. 4.9 rupees per kilometer ആണ് ഇതിൻ്റെ ബാസിൻ്റെ റെൻ്റൽ ചാർജ് വരുന്നത്. ഇനി അടുത്തത് ഈ വണ്ടിയുടെ പ്ലഗ്-ഇൻ ഹൈബ്രിഡ് മോഡലാണ്. ഇതാകപ്പാടെ 2 വേരിയൻസ് അവർ കാണിച്ചിട്ടുള്ളൂ: എക്സ്ക്ലൂസീവും അതുപോലെ എസെൻസും ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ് മറ്റേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. 25.69 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം 27.79 lakhs വരെയും പോകുന്നുണ്ട്. സോ മറ്റേ വെച്ച് കമ്പയർ ആണെങ്കിൽ 4 ലക്ഷം രൂപയുടെ അടുത്ത് കൂടുതലുണ്ട്. അത് നമ്മൾ ഈ ടെക്നോളജിക്കും അതുപോലെ കൺവീനിയൻസിനും വേണ്ടി എക്സ്ട്രാ കൊടുക്കുന്നു എന്ന് പറയും. ഇപ്പോൾ ഇലക്ട്രിക് മാത്രമായിട്ട് ഓടിക്കണമെങ്കിൽ എങ്ങനെ ഓടിക്കാം. ഇനി പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ വഴിയിൽ വണ്ടി നിന്ന് പോകുമോ എന്നുള്ള പേടി വേണ്ട, എപ്പോഴും ചാർജ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കേണ്ട. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് വലിയ പവറൊന്നും ഉണ്ടാവില്ല, ആകെ 100 bhp ഉള്ളൂ, അത് ഓർമ്മയിൽ വേണം. ഇനി അതല്ലാതെ നമുക്ക് പ്ലഗ്-ഇൻ ഹൈബ്രിഡിനാണെങ്കിൽ പോലും അവർ ബാറ്ററി സർവീസ് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ചെറിയ ബാറ്ററി ഇതിൻ്റെ അകത്തും ഉണ്ടല്ലോ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ 21.7 lakhs സ്റ്റാർട്ട് ചെയ്ത് 23.89 lakhs വരെയാണ് ഇതിൻ്റെ പ്രൈസ് പോകുന്നത്. പിന്നെ ബാറ്ററിയുടെ സൈസ് ചെറുതായതുകൊണ്ട് 3.2 rupees per kilometer ആണ് ഇതിൻ്റെ ബാറ്ററി റെൻ്റൽ കോസ്റ്റ് ആയി പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ പുതിയ MGയുടെ ഹെക്ടർ ടോം ഹോക്ക് എന്ന് പറഞ്ഞ വണ്ടിയുടെ സ്പെക്ക്, പ്രൈസിങ്, എല്ലാ കാര്യങ്ങളും. ഇതിൻ്റെ ഇലക്ട്രിക് വണ്ടി സെപ്റ്റംബറിൽ അവർ ടെസ്റ്റ് ഡ്രൈവ് ഡെലിവറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. പ്ലഗ്-ഇൻ ഹൈബ്രിഡ് ആണെങ്കിൽ ഒക്ടോബറിൽ ടെസ്റ്റ് ഡ്രൈവ് ഡെലിവറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കുക. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രോഡക്ട്സ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ നമ്മുടെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.